ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ വെച്ചാൽ ഞാനൊരു ഫുൾ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ആദിയോഗി ക്ഷേത്രം കാണാൻ പോയപ്പോൾ. എൻ്റെ ഒരുപാട് കാലത്ത് ആഗ്രഹമായിരുന്നു കേട്ടോ അവിടെ നിന്ന് കാണണം എന്നുള്ളത്. നമ്മൾ വീഡിയോയിലും ഫോട്ടോയിലൊക്കെ കാണുമ്പോൾ തന്നെ എനിക്ക് ഏറ്റവും ആഗ്രഹം ഉണ്ടായിരുന്നതാണ് ആദിയോഗി ആ ഒരു ശില്പം കാണണമെന്ന്. അതിന് ഒരുപാട് പ്രത്യേകത ഉണ്ടല്ലോ. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ശില്പമായിട്ട് വേൾഡ് റെക്കോർഡിലുണ്ട്. 112 അടി ഉയരം, അതുപോലെ തന്നെ 82 അടി വീതിയൊക്കെ ഉള്ള ഒരു വലിയൊരു ശില്പമാണ്. പിന്നെ ലക്ഷക്കണക്കിന് രുദ്രാക്ഷങ്ങൾ ഒരുമിച്ചിട്ടുള്ള ഒരു മാലയൊക്കെ കഴുത്തിലുണ്ട്. അടിപൊളിയാണ്. അപ്പോൾ ഹസ്ബൻഡ് ഒരുപാട് തവണ പോയിട്ടുണ്ട്. ഒരു കോയമ്പത്തൂരൊക്കെ പോകുന്ന സമയത്ത് ഇലക്ട്രിക്കൽ സാധനങ്ങളൊക്കെ എടുക്കാൻ പോകുമ്പോൾ കണ്ടിട്ടുണ്ട്. ഞങ്ങളുടെ കാറിൽ അതിൻ്റെ ഒരു പ്രതിരൂപം വെച്ചിട്ടുണ്ട് കേട്ടോ. ഹസ്ബൻഡ് മുന്നേ പോകുമ്പോൾ കൊണ്ടുവന്നാൽ. അപ്പോൾ ഈ ഫോട്ടോയിലും അതുപോലെ തന്നെ എവിടെയെങ്കിലൊക്കെ യൂട്യൂബിലൊക്കെ കണ്ടിട്ടുള്ള ആ ഒരു പരിചയമേ ഉള്ളൂ. നേരിട്ട് കാണുമ്പോൾ എനിക്ക് ഒരുപാട് എക്സൈറ്റ്മെൻ്റ് ആണ്. പിന്നെ ഇതിനടുത്ത് എത്തുമ്പോൾ നമ്മുടെ മനസ്സിന് ഭയങ്കര ഒരു എനർജിയും ആശ്വാസം, ഒരു സന്തോഷമൊക്കെയാണ്. അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അവിടെ എത്തുമ്പോഴേ അത് അനുഭവിച്ചറിയുള്ളൂ. അടിപൊളിയായിരുന്നു. അപ്പോൾ ആദിയോഗി ആ ഒരു എന്താ പറയുക, നമുക്ക് യോഗ സെൻറ്റർ ഉണ്ട്. അപ്പോൾ അവിടേക്ക് പോകാൻ പറ്റിയിട്ടില്ല. കാരണം അവിടേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു രാവിലെ തന്നെ പുറപ്പെടണം. എന്നാലേ 6:30 വരെ അവിടെ ഉള്ളൂ. അവിടെ എത്തിയപ്പോൾ നല്ല വിശപ്പൂച്ചയ്ക്ക് ഫുഡൊക്കെ പുറത്തുനിന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ബജ്ജിയും അതുപോലെ തന്നെ ചട്നി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. വിശപ്പിൻ്റെ ആ ഒരു വിളി വന്നതുകൊണ്ടാണോ എന്നറിയില്ല, അടിപൊളിയായിരുന്നു. അങ്ങനെ നമ്മൾ അതൊക്കെ കുടിച്ച് അതിൻ്റെ തൊട്ടടുത്തേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. ആ തൊട്ടടുത്തേക്ക് എത്തി ഒരു നിമിഷം നോക്കി നിന്നതിന് ശേഷമാണ് ഞാൻ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടുള്ളത്. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിൽ ഞാനിവിടെ പാറി പറന്ന് നടക്കിയിരുന്നു. ഇവിടെ ഒരു ഭയങ്കര ഒരു കാറ്റും തണുപ്പ് കേട്ടോ. എല്ലാ സമയത്തും ഇങ്ങനെയാണോ എന്നറിയില്ല. ഈ ഒരു കാലാവസ്ഥയിൽ ഞങ്ങൾ പോയപ്പോൾ ഇങ്ങനെ ഇതൊരു അതിൻ്റെ ബാക്ക് സൈഡായിട്ടാണ്. ഈ ഒരു ഉരുക്ക് ശില്പം സ്റ്റീലിലാണ് പണിതിട്ടുള്ളതെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പിൻവശമാണ് കേട്ടോ. ഈ ഒരു പിൻവശ ഭാഗത്താണ് യോഗ സെൻറ്റർ ഒക്കെ ഉള്ളത്. അവിടെ ഒരു 30 മിനിറ്റിൻ്റെ യോഗയൊക്കെ ഫ്രീ ആയിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ എന്തെങ്കിലും ഇനി പോകുന്ന സമയത്ത് ആ ഒരു ക്ഷേത്രവും 2 കുളമൊക്കെ ഉണ്ട് അപ്പുറത്ത്. അത് കാണണമെന്നുണ്ട്. ഇപ്പം ഞാൻ ആഗ്രഹിച്ച ഈ ഒരു ശിവശില്പം കണ്ടു. അതന്നെ എനിക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു. പിന്നെ വൈകിട്ട് ഒരു 7 മണി കഴിഞ്ഞാൽ ലാസർ ഷോ ഉണ്ടായിരുന്നു. അതാണിത്. ലാസർ ഷോൻ്റെ പ്രത്യേകത നമുക്ക് ഫോണിൽ വീഡിയോ ആയിട്ടൊക്കെ എടുക്കാം ഇതുപോലെ. പക്ഷേ നമ്മൾ ഫ്ലാഷ് അടിക്കാൻ പാടില്ല എന്നേ ഉള്ളൂ. ഒരു 15-20 മിനിറ്റിനുള്ളിലുള്ള ലാസർ ഷോ. അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. 8:30 വരെ ലാസർ ഷോ ഉള്ളൂ. അത് ഓരോ നമുക്ക് ഒരു പ്രോഗ്രാം 7 to 7:20 വരെ. പിന്നെ അത് കഴിഞ്ഞാൽ അടുത്ത് തുടങ്ങുമായിരിക്കും. അങ്ങനെ ഞങ്ങൾ അടുത്തുള്ള കോയമ്പത്തൂർ അടുത്തുള്ള ഒരു പിന്നെ ഫാൻസി ഷോപ്പിൽ കയറിയിട്ട് പർച്ചേസ് ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. മക്കൾക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ നാട്ടിലെ പോലെ തന്നെ എല്ലാ സാധനങ്ങളും ഇവിടെ അവൈലബിൾ ആണ്. നല്ല നല്ല ക്രാഫ്റ്റ് ഐറ്റംസും കുട്ടികൾക്കുള്ള കളി സാധനങ്ങളൊക്കെ നല്ല അടിപൊളിയായിരുന്നു. ഞങ്ങൾ ക്വാളിറ്റി ഉള്ള ഒരുപാട് ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. മക്കളായിട്ട് കടയ്ക്ക് കട മുഴുവൻ വാങ്ങുന്ന രൂപത്തിലാണ് അവരുടെ ഒരു പർച്ചേസിങ് കേട്ടോ. പിന്നെ ഞങ്ങൾ അവിടെ തൂക്കി വെക്കുന്ന ഒരു ഷോപ്പിൽ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് ക്ലോത്തൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ പാലക്കാട് എത്താൻ നേരത്താണ് നൈറ്റ് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു സമയം ഒരു 11 മണിയാണ്. ഞങ്ങൾ പൊറോട്ടയും ബിരിയാണിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. മക്കൾക്ക് ബിരിയാണി മതിയായിരുന്നു. ഞങ്ങൾ പൊറോട്ടയും കഴിച്ചു കേട്ടോ. പൊറോട്ടയും ചിക്കൻ ചില്ലിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഒക്കെ കുറച്ച് വാങ്ങിച്ചിട്ടുള്ളൂ. കാരണം എന്താ വെച്ചാൽ നൈറ്റ് അല്ലേ, കൂടുതലായിരിക്കും ഫുഡിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇവർക്കൊക്കെ ഉറക്കം വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഓരോ കഥയൊക്കെ പറഞ്ഞിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫിനിഷ് ചെയ്തു. അവിടുന്ന് പിന്നെ മക്കൾക്ക് ഐസ്ക്രീമും കൂടി വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഓരോ കോൺ ഐസ്ക്രീമും എടുത്ത് സ്പെൻഡ് ആവശ്യമുണ്ടായിരുന്നു. ഞങ്ങൾ 3 പേരും ഓരോ കോൺ ഐസ്ക്രീമുമായിട്ട് കാറിൽ പോയിട്ട് കാറിൽ കഴിച്ചിട്ടുണ്ടായിരുന്നു. കാറിൽ എത്തിയതും മക്കൾ ഉറങ്ങിയതും ഒപ്പാണ്. കാരണം എന്താ വെച്ചാൽ അവർക്ക് ക്ഷീണം ഉണ്ടായിരുന്നു. നമ്മളൊരു ഉച്ചയ്ക്ക് പോന്നിട്ട് ഇപ്പോൾ നേരം ഒരു 12 മണി കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ 2:30ക്കാണ് എത്തിയത്. എന്നിട്ട് ബ്ലോഗ് ഇത്രയേ ഉള്ളൂ.